പാർട്ടിയുടെ DCC അംഗവുമായിരിക്കുന്ന ബഹുമാനിയായ CP നിച്ചൻ, അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് അജിത്ത്, മറ്റ് നമ്മളെല്ലാവരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറയാനുള്ള സമയമില്ല. ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ തന്നെയാണ്. നമ്മുടെ 3 വാർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ, അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ DCC അംഗങ്ങള്, ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാരവാഹികള്, അതുപോലെ പാർട്ടി മണ്ഡലം ഭാരവാഹികള് തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ മാത്രമാണ് ഇന്നിവിടെ പങ്കെടുക്കുന്നത്. ഇവിടെ നടക്കുന്ന ഈ യോഗത്തിന്റെ ചെറിയ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ബഹുമാനിയായ P. നിച്ചൻ നല്ല അച്ചടിച്ചതുപോലെ ആ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. പണ്ട് ആരോ പറയും, പണ്ടുള്ളൊരു കാരണവന്മാര് പറയാറുണ്ട്, ഈ മരണചീട്ടി എന്ന് പറയുന്ന ഒരു ചിട്ടി ഉണ്ടായിരുന്നു. ഇന്ന് അതിന് LIC എന്ന് പറഞ്ഞേ പറയുന്നത്. ഇന്ന് LIC എന്ന് പറയാം, അന്ന് അതിന് മരണചീട്ടി എന്ന് പറയും. അപ്പൊ ഇത് ഓരോ തവണകൾ ഇങ്ങനെ നമ്മൾ അടയ്ക്കുകയാണ് ഈ ചിട്ടി. അത് തീർന്ന് മരിച്ചാൽ മാത്രമേ ഈ പൈസ മൊത്തം അവിടെ അവരുടെ വീട്ടുകാർക്ക് പോകും. അപ്പം അവര് ഈ കാരണവന്മാർ ഇത് അടച്ചടച്ച് മടുക്കും. അപ്പൊ ഇവര് ഇത് പറയും, കാളടച്ചു കൈ കുഴഞ്ഞു ദൈവമേ, ഇനി എത്ര കാലം കാളടച്ചാൽ കണ്ണടയും ദൈവമേ എന്ന് പറഞ്ഞാൽ ഇത് അടച്ചടച്ചു മടുത്തു. ഇനി ഇത് എത്ര നാളും കൂടി അടച്ചു കഴിഞ്ഞാൽ കണ്ണൊന്നാണ്. ഈ ഞാനിത് പറഞ്ഞത് നമ്മുടെ ഈ പശുപ്പാറയിൽ ഇങ്ങോട്ട് വരുന്ന റോഡിന്റെ അവസ്ഥയാണ്. ഇന്ന് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ഞങ്ങളും ഒന്നിച്ച് ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ ഒരു പാർട്ടി പ്രവർത്തകന്റെ കുടുംബം നടുവയ്യ ആ കാറ്റാടി കമ്പനിയിൽ നിന്ന് കയറ്റി നമ്മുടെ എഞ്ചുമലയ്ക്ക് തിരിഞ്ഞു പോകുന്ന ആ വഴിയുടെ അവിടെ ഒന്ന് ഇറക്കി പറ്റുന്നത് പറഞ്ഞു. ആ വണ്ടിയെ കയറി നടുവിന് ബെൽറ്റ് ഇട്ടിരിക്കുക. സത്യത്തിൽ ആ വണ്ടി അവിടെ വരെ എഞ്ചുമല റോഡിന്റെ തിരിയുന്ന സ്ഥലം വരെ വന്നപ്പോൾ, അവിടെ വരെ വന്ന ആ സമയം കൊണ്ട് സത്യത്തിൽ അവരനുഭവിച്ച ഒരു വേദന ഞാനിത് പറഞ്ഞത്. അപ്പൊ അവര് തന്നെ അതിലിരുന്ന് പറയായിരുന്നു, ഇപ്പൊ വരുന്ന വണ്ടിയെല്ലാം ഇഞ്ചിമല വഴിക്ക് കയറിയിട്ട് താഴെ കാറ്റാടി കമ്പനിയിലോട്ട് തന്നെ ഇറങ്ങുക, ഈ നേരെ ഉള്ള പോക്ക് നിർത്തിയത്. വാസ്തവത്തിൽ ഇവിടെ സംസാരിച്ച കാര്യങ്ങളും ഇത് യാഥാർത്ഥ്യമല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വത്തിനകത്ത് പറയുന്നുണ്ടല്ലോ, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്നതിന് സത്യം എന്ന് കരുതണം. സത്യമല്ലാത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നതിനെ സത്യം എന്ന് കരുതുക. സത്യമല്ല എന്ന് പറയുന്നത് ആ വാക്കിന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ സത്യത്തെ നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, പെട്ടെന്ന് ഇവിടെ നമ്മുടെ ഒരു അമ്മ അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരി അല്ലെങ്കിൽ നമ്മുടെ ഒരു പെങ്ങള് അതിന് പെട്ടെന്നൊരു ഒരു 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 ഗർഭ പ്രസവത്തിന്റെ കഥ പഠിച്ചു നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടു. ഇവിടെ കിടക്കുന്ന ഒരു ഓട്ടോയോ ഒരു ബസ്സിലോ കയറ്റി അല്ല ഒരു ചെറിയ വണ്ടിയിലോ കയറ്റി നമ്മളെ കാറ്റാടിക്കവനെ ഇറക്കാൻ അവിടെ തന്നെ പിന്നെ മെയിൻ വഴിയുള്ളൂ. അവിടെ വരെ നിരത്തി വിടാമെന്ന് തീരുമാനിച്ച് നമ്മളിവിടെ അടിയന്തര ഘട്ടത്തിൽ പോയാത്ത അവസ്ഥ എന്താണെന്ന് എന്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. എന്തൊരു നാണം കെട്ട ഇടപാട്. ഇതിനു വേണ്ടി ഇവിടെ വർത്തമാനം പറയാൻ നമ്മളെ പോലെയുള്ള ആളുകൾ മേഘത്തിലൂടെ എത്തിയിരിക്കുന്നതിന് ഇതൊരു ഭയം. അതിനെ കുറിച്ച് എന്താ നമുക്ക് പറയാം? വാഴൂർ സോമനും അതുപോലെ തന്നെ ഇവിടെ വിജിമോള്. ഈ വിജിമോളുടെ കാലത്ത് കുറെ തള്ളു തള്ളിയതാ. കുറെ ഇങ്ങനെ ഒന്നിനോട് പറയും, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 50 ലക്ഷം 60 ലക്ഷം 1 കോടി 1.5 കോടി പോസ്റ്റർ അടിച്ച് കല്ലെ കൊണ്ട് ഒട്ടിച്ച് അവിടെ ഒട്ടിച്ച് ഇവിടെ ഒട്ടിച്ച് പതിച്ചു വെക്കും. പിന്നീട് അത് ചിത്രത്തിൽ കാണാൻ പോലും കാണില്ല. നമ്മുടെ ആലടിയിലെല്ലാം നടപ്പാൻ ആ നടപ്പാനെ വിളിച്ചു പോയി കഴിഞ്ഞപ്പോൾ അവിടെ പാലപ്പള്ളിയാനായിട്ട് ഭയങ്കര പരിപാടി. വാഴൂർ സോമൻ വരുന്നു, ആ പരിഗണി പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടുന്നു. CK കുഞ്ഞുവാനെ അറിയാം, ഞങ്ങൾ കുഞ്ഞുവാന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവിടെയുള്ള ആളുകളെ എല്ലാം പറഞ്ഞത് ബോധ്യപ്പെടുത്തിയിട്ട് ഈ പാലം ഉടനെ നമ്മൾ ഉണ്ടാക്കി അവസാനം പാലം ഭരിച്ചിരിക്കുക. ഞാനിത് പറഞ്ഞത് നമുക്ക് ഈ സോമനെയൊക്കെ എത്ര കാലങ്ങൾ കൊണ്ടറിയാം, എത്രയോ കാലങ്ങൾ കൊണ്ടറിയാം. ഇവിടെ യഥാർത്ഥത്തിൽ പറയാണ്, ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ 23 വർഷത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. 1-2 വർഷമല്ല, 23 വർഷം. ഇവരുമായിട്ട് ഒന്നിച്ച് കൂട്ടത്തിൽ നടന്ന് അടിച്ച് കളിച്ച് നമ്മുടെ ജീവിതം അങ്ങനെ ഒരു 10-23 വർഷം പോയാ ഈ പറയുന്ന പാർട്ടിയും വാഴൂർ സോമനും തുടങ്ങിയിട്ടുള്ള SR ഞാനെയും തുടങ്ങിയിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരുമായിട്ട് ഇവിടെ ഉള്ള എന്ന് പറഞ്ഞത്. ഈ സോമനെ ഇപ്പോൾ ഈ വനംവകുപ്പ് മന്ത്രിയോട് പോയി വഴക്കുണ്ടാക്കിയല്ലോ. വനംവകുപ്പ് മന്ത്രിയുടെ അവസ്ഥയല്ല, കാട്ടാന കയറി ആളുകളെ കൊല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതിന് മറുപടി പറയാൻ ഒരാഴ്ച എടുക്കും. കാരണം അയ്യ പുള്ളി ആണിശുദ്ധനാണ് കേട്ടോ. ഈ ഇടയിൽ സംഭവം നടന്നിട്ടൊക്കെ പോയി കരയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉടനെ മാറ്റുന്നതാണ് എന്ന് പറഞ്ഞത്. അതിനേക്കാൾ കഷ്ടം സോമൻ ഞാൻ പറ്റി കൃത്യമായിട്ട് പറയുന്നില്ല. റഷ്യയിൽ പോയി
ഇതായിരിക്കും. ചെറുപ്പകാലം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ചെറുപ്പകാലത്തിന്റെ ജീവിതത്തിലുണ്ട്. ആ പുള്ളി ഇതിന്റെ 4 പ്രാവശ്യം ഈ റോട്ടിൽ കൂടെ ഒന്ന് ഒരു വണ്ടിയെ വരട്ടെ, പുള്ളി അനുഭവിക്കുന്ന അടുത്ത് വീണ്ടും വെച്ചിലേക്ക് പോകേണ്ടി വരും ചികിത്സയ്ക്ക് വേണ്ടി. ഞാൻ പറഞ്ഞത് അത്ര അവസ്ഥ കിടന്നിട്ട് ഒരു MLA കിട്ടുന്ന ഫണ്ട്, ഒരു MLA ഒരു വർഷത്തിൽ കിട്ടുന്ന ഫണ്ടിനെ കുറിച്ച് ഇവിടെ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞല്ലോ. ഒരു MP കിട്ടുന്ന അതേ തുക തന്നെ ഒരു MLA കിട്ടുന്നുണ്ടോ? ഈ പശുപ്പാലൻ എവിടം വരെ ചെയ്യുന്ന റോഡിൽ ഒരു ഫണ്ട് അലോട്ട് ചെയ്തുകൊണ്ട് ഈ റോഡ് അങ്ങ് വലിപ്പത്തിൽ വലുതാക്കി പോയില്ലെപ്പോഴും നിലവിൽ കിടക്കുന്ന വഴിയെങ്കിലും ഒന്നുണ്ടാക്കി കൊടുക്കുന്നുണ്ട് മനസ്സ് കാണിക്കുവാൻ ഈ MLA തയ്യാറാവാത്തത്. അതുപോലെ തന്നെ വിജയമോളുടെ കാലത്ത് തുടങ്ങിയതാണല്ലോ. വിജയമോളുടെ കാലത്ത് തുടങ്ങി വാഴൂരിന്റെ കാലം ഇനിയാണ്ട് 2 വർഷം കൂടെ അവശേഷിക്കുന്നു. ഈ കാലം വരെയാണ് ഈ പരിപാടികൾ തുടങ്ങിയിരിക്കുന്നത്. ഞാനത് പറഞ്ഞ സ്ത്രീകളിൽ ഇവർക്ക് ഇതിനൊന്നിനും സമയമില്ല. ഈ പാർട്ടിയെ സംബന്ധിച്ച് ഇതിനൊന്നിനും സമയമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിൽ നീട്ടി പറഞ്ഞിട്ട് നടക്കുന്ന പാർട്ടിക്കും ഇതിന് സമയമില്ല. കാരണം ഇപ്പൊ അവരുടെ അവസ്ഥ തന്നെ ദയനീയമാണ്. അവരിപ്പോ ദർശക സ്വർഗത്തിൽ നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതിന്റെ സഹപ്രവർത്തകനായ 50 ഇവിടെ നമ്മുടെ ശ്രീച്ചാൻ പറഞ്ഞു, ഇന്ന് മഹാപ്രകടനം നടത്താൻ പോവാ അദ്ദേഹം. എവിടെയാ? കോഴിക്കോട് നിലമ്പൂരിൽ നിന്ന് ഭയങ്കരമായ റാലി നടത്താൻ പോവാ. ആരാണ് നടത്തുന്നത്? ഇന്ത്യൻ കോൺഗ്രസിന്റെ പ്രവർത്തനമൊന്നുമില്ല. അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന നമ്മുടെ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു സൈഡിലെ ഡബിൾ ചങ്ക എന്ന് പറഞ്ഞ ഒരു സൈഡിലെ ചങ്കാപ്പുള്ളി ഇവിടെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊക്കെ പത്രങ്ങളിൽ വന്നിട്ട് അൻവറെ കാണാനില്ല. ഇതിനൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു DIG ഈ 3-4 പേരുടെ പേര് മാത്രമേ ഇപ്പൊ നമുക്ക് മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടെ അതേ കാണാനുണ്ട്. നാണം കെട്ട ഇടപാടെന്ന് പറഞ്ഞാൽ ഇവിടെ അൻവർ തന്നെ പറഞ്ഞു, ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് നമ്മളാരും പറഞ്ഞില്ല. അതിനകത്തുനിന്ന് ഇപ്പം അവരോടൊത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അൻവർ തന്നെയാണ് പറയുന്നത്. ഇത് സത്യമല്ലേ? ഇത് സത്യം തന്നെയാണല്ലേ? ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയുള്ളൂ, ഇതുപോലെ ഒരു ഭരണമുള്ളൂ. എന്റെയൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ 10-40 വർഷക്കാലത്ത് രാഷ്ട്രീയ ജീവിതത്തിനകത്ത് എത്രയോ മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടു. ആ കസേരയിൽ എത്രയോ നല്ല മുഖ്യമന്ത്രിമാരായിരുന്നു. പരമേശ്വരനിരിക്കുന്ന കസേരയ്ക്ക് ഒരു പട്ടികയിറങ്ങിയാൽ എന്ത് ചെയ്യും? കസേര പരമേശ്വരനാണല്ലോ ഓർത്ത് ആ കസേരയൊന്നും അടങ്ങാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നിട്ട് ആ കസേര എടുത്ത് മറിച്ച് അവരുടെ പാർട്ടികളാണ്. എന്നിട്ട് അതിന് ന്യായവും പറഞ്ഞു നടക്കുക. തൊടുന്നതിന് മുഴുവൻ ന്യായങ്ങൾ മാത്രമേ ഇവർക്കുള്ളൂ. ഇവരെന്ത് ചെയ്താലും 2 പേരും കൂടി പിടിച്ചടിയിൽ കിടക്കുക, മലന്ന് കിടക്കുവാണെങ്കിൽ കൈ മോളിൽ പിടിച്ചു വരെ ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. ഇതുപോലത്തെ ഒരു സംഭവം എന്റെ സ്നേഹിതരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി 1964 പിളരുമ്പോൾ അന്ന് പിളരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരാൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ഇന്ന് കേരളത്തിനകത്ത് ആ പാർട്ടി പിളരുമ്പോൾ ഉള്ളതിന് ഒരാൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ആരാ? അദ്ദേഹത്തെ ഇപ്പൊ മൂലെ കൊണ്ട് ചവിട്ടി ഒതുക്കി ആരിപ്പോ അക്ഷരം പോലും കേൾക്കാനില്ല. സഖാവ് അച്യുതാനന്ദൻ 110 പേരുള്ള കേട്ടത് 32 പേര് ഇറങ്ങിപ്പോ ഉണ്ടാക്കിയ പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന നീളമുള്ള പാർട്ടി. ആ പാർട്ടിക്കകത്ത് അതിനകത്ത് പോയ 32 പേരിൽ 31 അധികം 1:32. ഈ അധികം 1 എന്ന് പറയുന്നത് EMS നമ്പൂതിരിപ്പാണ്. അദ്ദേഹം മാറി ഇങ്ങനെ ഒതുങ്ങി. അങ്ങനെ ഒതുങ്ങി നിന്നിട്ട് ഈ പാർട്ടി 31 പേരുമായി വെടിയിലിറങ്ങി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുമ്പോൾ കുറെ അണികൾ ഒഴുകുന്ന കണ്ടുകൊണ്ട് EMS നമ്പൂതിരിപ്പാട് അകലത്ത് നിന്നും നോക്കി, ആ കൊള്ളാം, ഇതിന്റെ ഇപ്പൊ ചാടുകയാണെങ്കിൽ എനിക്ക് അതിന്റെ ജീവിതത്തിൽ മുഴുവൻ സമയവും സെക്രട്ടറി ആയിട്ടിരിക്കാം. അങ്ങനെ ഒറ്റ ചാടം വെച്ചു കൊടുത്തു. 31 അധികം 1 സമം 32 നമ്പൂതിരിപ്പാട് അന്ന് മുതൽ അതിലേക്ക് സെക്രട്ടറിയായി. അതാണ് ആ പാർട്ടി. അതിനകത്ത് അന്ന് പോകുമ്പോൾ ആ 31 പേരില് 31 അധികം 32 ഒരാളെന്ന് പറയുന്നത് സഖാവ് അച്യുതാനന്ദനാണ്. ഇന്ന് എന്ന് പറഞ്ഞാൽ അച്ഛനെ ചവിട്ടി കൂട്ടി പുറത്താക്കി വെച്ചിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8 വർഷങ്ങളിൽ 8 വർഷമാണ് ആ നടന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി നമുക്കറിയാം. ആ പാവപ്പെട്ട അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ട് അവിടെ നിന്ന് അടിവലിച്ച് കാലുവലിച്ച് അങ്ങനെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഡബിൾച്ചങ്കൻ. ഇതുപോലെ നാണം കെട്ട പരിപാടികളുണ്ടോ? അദ്ദേഹം വന്നു കഴിഞ്ഞ് 8 വർഷം കേരളത്തിൽ എന്താ നടക്കുന്നത്? പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു റോഡ് ഇതൊന്നും ഒന്നുമല്ല. അവർ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നതും ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി ഒന്നൊന്നായിട്ട് വെളിയിലേക്ക് വരാൻ പോവുക.
എന്തൊക്കെ സംഭവിക്കാൻ പോകും? ഇതിനെ മുഴുവൻ ധിക്കരിക്കുക. എന്നിട്ട് പാവം സഖാക്കളെ പിടിച്ച് പന്തോകത്തിച്ച് വഴിയിലിറക്കി, കോലിലെത്തിച്ച് വഴിയിലിറക്കിട്ട് കാല് വെട്ടും, കൈ വെട്ടും, നെറ്റ വെട്ടും, നച്ച വെട്ടും എന്ന് പറഞ്ഞ് മുദ്രാജം പിടിച്ച് നടക്കുക. ഒരാൾ വെളിയിൽ പോകണം, സത്യം പറഞ്ഞ് വെളിയിൽ പോയി കഴിഞ്ഞാൽ അവൻ പാർട്ടിക്ക് വിരുദ്ധനാണ്. ആ പാർട്ടിക്ക് വിരുദ്ധൻ. അങ്ങനെയല്ല ചന്ദ്രശേഖരനെ 50-52 വെട്ടുപറ്റി അദ്ദേഹത്തെ കൊലബുദ്ധിയാണെന്ന് പറഞ്ഞു വിളിച്ചത്. ഇനിയിപ്പോ 50 കൊലബുദ്ധിയാകാൻ പോവാ. പണ്ട് എപ്പിയിലാകുന്ന കൊലബുദ്ധിയായി, ജവയ്യാകുന്ന കൊലബുദ്ധിയായി. അങ്ങനെ ഈ പ്രസ്ഥാനത്തിൽ ഗർഭിക്കുന്ന സംഭവം അവകാശപ്പെട്ട എപ്പിയിലാവുകയാണ് അദ്ദേഹം നടത്തിയ യോഗത്തിലേക്ക് ഈ ജാഥകളെ പറഞ്ഞുവിട്ടാണ് 5 പേരെ പോലീസ് വെടിവെപ്പിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട് രക്തസാക്ഷികളെ ഉണ്ടാക്കി വെച്ചു. രക്തസാക്ഷികളെ വഴികളിൽ മുഴുവൻ രക്തസാക്ഷിയാണ്. ഇപ്പൊ 5-10 പേരെ വിളിച്ച് പ്രാർത്ഥന നടക്കുന്നിടത്ത് ഒരു മണ്ഡപം കൊണ്ടുപോകും. രക്തസാക്ഷി മണ്ഡപം. എന്താണ് ഈ രക്തസാക്ഷി മണ്ഡപം? വല്ലവരെ പുറമേക്ക് ചത്തിട്ട് അതിനെ രക്തസാക്ഷിയാക്കുക, അതല്ലേ രക്തസാക്ഷി. ശ്രേണിയിലേക്ക് നിന്ന് സംസാരിക്കുന്ന ഈ വേദിയിൽ ഇരിക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഇന്ത്യൻ കോൺഗ്രസ് മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഓരോ ആളുകളെ എടുത്തു വെച്ച് നിങ്ങൾ പരിശോധിക്കുക. ഏത് വിധത്തിലുണ്ടായ രക്തസാക്ഷികളാണ്? രാജീവ് ഗാന്ധി എങ്ങനെയുണ്ടായ രക്തസാക്ഷിയാണ്? ഇന്ദിരാജി എങ്ങനെയുണ്ടായ രക്തസാക്ഷിയാണ്? ഗാന്ധിജി എങ്ങനെയുണ്ടായ രക്തസാക്ഷിയാണ്? ആദ്യം തോളക്കാണ് പോയിട്ടുള്ള രക്തസാക്ഷിയാണ്. അല്ല, ഈ രാജ്യത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, മതനിലനിർത്തം നിലനിർത്തുവാൻ, ഐക്യം നിലനിർത്തുവാൻ പണമൊരുങ്ങിയപ്പോഴുണ്ടായ രക്തസാക്ഷികൾ. അല്ലാതെ അതിനടുത്ത് പാർട്ടിയിൽ പറഞ്ഞു വിട്ടിട്ട് ഒരുത്തനൊരു സമ്മേളനം നടത്തുമ്പോൾ അവിടെ പോയി കഴിക്കേണ്ടതാണെന്ന് പറഞ്ഞ് ഒതുക്കത്തിൽ പറഞ്ഞു വിട്ടിട്ട് പണ്ട് പുനഃപ്രവയ സമരം നടക്കുമ്പോൾ വാരിക്കുതം കൊടുത്തുകൊണ്ട് പാർട്ടികളാണ് അവിടെ വീരയ്ക്ക് വെച്ച് അടിച്ചു നടന്നുകൊണ്ടിരിക്കുക. അന്നേരം ഇവിടെ വാരിക്കുതം കൊടുത്തുകൊണ്ടിട്ട് അവർ നിലനിർത്തം കയറി ഒത്തിനകത്ത് കയറി. പാവങ്ങൾ എത്രയാണ് ചത്തത്? ആ തെങ്ങൊക്കെ എപ്പോഴും പുനഃപ്രവയ നോക്കിയാൽ വലിയ തുണിയാണ്. രക്തസാക്ഷികളുടെ കോട്ട ചെന്ന് നോക്കുമ്പോ കാണാം വീരങ്കികളെ കരിക്കടിച്ച തെങ്ങിനെ പൊത്തുകളിപ്പോഴും കാണാം. സമ്മേളനത്തിലേക്ക് ആളുകളെ പറഞ്ഞുകൊടുത്തല്ലേ? അതിലൊരാൾ ഇന്നലെ അവശേഷിച്ച ഒരാൾ ഇന്നലെ മരിച്ചു എന്നും പറഞ്ഞ് ഇന്നലെ ടിവിയിലൊക്കെ എഴുതി കാണിക്കുന്നു കണ്ടു. കൂത്തുപറമ്പ് വെടിവെപ്പിൽ അവശേഷിച്ച ഒരാളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ എന്നെ കഴിഞ്ഞ പറഞ്ഞത് ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഈ നാട് നന്നാക്കാനാണോ? അല്ല, ശ്രീകരോട് ഞാൻ പറഞ്ഞത് ഇവരുടെ കാലത്ത് ഈ പറയുന്നൊന്നും നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. പിന്നെ ഇവിടുത്തെ MLA അല്ലെ ജില്ലാ പഞ്ചായത്ത് ഇവര് നോക്കിയാൽ ഈ വഴിയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഒരു ജില്ലാ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞാൽ മിനി സർക്കാരാണ്. ഒരു ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് മിനി സർക്കാരാണ്. ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. എത്ര കോടി രൂപയുടെ വികസനം അദ്ദേഹത്തിന്റെ ഡിവിഷൻ നടത്തി. 30-32 കോടി രൂപയുടെ വികസനമാണ്. അല്ല, കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾ. അത് മനുഷ്യന് വേണ്ടപ്പെട്ടത്. ഇതെന്ത് തിരക്കുള്ള റോഡെന്നറിയാമോ? നമ്മുടെ ചീന്തകാറ്റിൽ ഇങ്ങോട്ട് കയറി വരുമ്പോ കടപ്പളാക്കിന്റെ വീടിന്റെ അവിടെ ചെന്ന് മറ്റേ റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു റോഡ് ഉണ്ടാക്കി. അത് പറയാതിരിക്കാൻ പറ്റും. അത് എന്തുമാത്രം പോവാം. ജനത്തിനുള്ള റോഡെന്നറിയോ? കടപ്പളാക്കിന്റെ വീടിന്റെ കരുതിലോട്ട് പോകുന്നത്. അതാണോ ഉണ്ടാക്കേണ്ടത്? ഇതാണോ ഉണ്ടാക്കേണ്ടത്? ഇതിലെ മനുഷ്യൻ പോകുന്നുണ്ട്. അതിന് എത്ര മനുഷ്യൻ പോകുന്നുണ്ട്? ആ റോഡ് നമ്മൾ നമുക്ക് കാണാമല്ലോ. അതിന് കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ അവർക്കുണ്ട്. ഇവിടെ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്ത് നിരവധി കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ യാത്ര ചെയ്തു പോകുന്ന ഈ പശുപ്പാറ റോഡിന് അതിന്റെ ഓരോ വീതിയൊന്നും എടുത്തുകൊണ്ട് ഇത് വേറെ വികസിപ്പിക്കാൻ പോകണ്ട. അതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ മുമ്പ് കഴിയത്തില്ല. ഞാനിത് എന്നിട്ടും നടക്കാണ്. മുന്നോട്ട് കൊടിയും പിടിച്ച് മുദ്രാവാക്യം പിടിച്ച് നാണമില്ലാത്ത ആളുകള് ഇതിനൊരു മാറ്റം വരണം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾ ഉണ്ടാക്കി, ഞങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടി അതിൽ നിന്ന് ഉണ്ടാക്കിയതെന്നാണ് അത് സംബന്ധിച്ചു. അപ്പോഴേ വാർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ കാര്യമില്ല. എനിക്കിവിടെ സത്യം മുതൽ മുല്ലക്കരട്ടാകണം. അതുപോലെ തന്നെ വെളിയം പറഞ്ഞവര് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ നേതാക്കന്മാര് ഇന്ന് ഞാൻ അറിയും. എന്റെ പേര് പറഞ്ഞാൽ അറിയും. ഞാനിത് പറഞ്ഞത് കൊള്ളാവുന്ന പല നേതാക്കന്മാരുണ്ട്. പക്ഷേ സോമൻ പാഴ്സോമൻ അടക്കമുള്ള ആളുകളെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഞാനിത് പറഞ്ഞത് കുറ്റം പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ വീട്ടിൽ വെച്ച് സോമനോട് ഞാൻ പറഞ്ഞു, വരുന്നുണ്ട് പണി, ഞങ്ങൾ പശുപ്പാലിന്റെ ചെറിയ പണികളോടാൻ പോവാ. എന്നാ പണിയാന്ന് ചോദിച്ചു. അത് അന്നേരം കണ്ടോളാൻ പോകും. അതിനെ ഉടമ നമ്മുടെ പഴയ ആളല്ലേ.
മരിച്ചപ്പോൾ നമ്മൾ പോയിട്ടുണ്ട്, മുഴുവൻ നേതാക്കന്മാരോടുണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞത് മര്യാദ ഒരു ജനപ്രതിനിധി. ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബിജുമോൾക്കും സോമനും മുമ്പ് ഇവിടെ ഒരു MLA ആണ് സഖാവ് CA കുര്യൻ. എല്ലാവർക്കും അദ്ദേഹം 3 ട്രേഡ് യൂണിയൻ പ്രവർത്തന രംഗത്ത് നിന്ന് കടന്നു വന്ന് നമ്മുടെ പീരുമേട്ടിൽ MLA ആയി, ഡെപ്യൂട്ടി സ്പീക്കറായി. അദ്ദേഹത്തിന് മരിച്ചു പോയെങ്കിലും കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമായിരുന്നു. മനുഷ്യന്റെ വേദനകളെ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ആ 35 മൈൽ അടക്കമുള്ള കുറെ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ചെറിയ ചെറിയ വീടുകളിൽ താമസിക്കുന്നവർക്കൊക്കെ ഒരു കൈവശരേഖ ഉണ്ടാക്കി കൊടുക്കാൻ 339 സർവേയില് ഒരു 10-40 പേർക്ക് ഫുൾടൈം കൊടുക്കാൻ ഒക്കെ 90-97 കാലഘട്ടത്തിലെ കഥയാണല്ലേ. അങ്ങനെയൊക്കെ ചെയ്ത് ആളുകളുടെ വികാരത്തെ മനസ്സിലാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു. ഇവർക്കൊക്കെ അതിന്റെ ഒരു കാര്യമുണ്ട്. ട്രേഡ് യൂണിയൻ ആണെന്ന് പറയുന്നത് നേതാക്കന്മാർ അന്ന് കുര്യനേൽപ്പിച്ച തൊഴിലാളികളുടെ ഇടയിൽ നടന്ന് പ്രവർത്തിച്ച് നടന്ന സോമൻ, ആ സോമൻ ഇപ്പോഴും ആ ട്രേഡ് യൂണിയന്റെ ആ പ്രവർത്തനം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ പോക്ക്. അല്ലാതെ ഇതൊരു കാർഷിക മേഖലയാണ്. പീരുമേട് താലൂക്ക് എന്ന് പറയുന്നത് കാർഷിക മേഖലയും എസ്റ്റേറ്റ് മേഖലയും കൂട്ടി ഒന്നിച്ചു കിടക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ കർഷകന്റെ പ്രശ്നം വേറെ, തൊഴിലാളികളുടെ പ്രശ്നം വേറെ. ഇതിന്റെ